പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമേൽ എന്നേക്കും ആമീൻ. ദൈവജനത്തിലെ തീമഴ എന്ന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊളോസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വചനം. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം അന്ധകാരത്തിൻ്റെ ആധിപത്യം, സാത്താൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, കർത്താവിൻ്റെ മക്കളെ സാത്താൻ ബന്ധിച്ച് ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് പ്രകാശത്തിലേക്ക് നയിച്ചു. സ്വന്തം പുത്രൻ്റെ അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്ന് ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപക്ഷെ ജീവിതം അനേക പ്രശ്നങ്ങളിൽപ്പെട്ട് മുൻപോട്ടൊരു വഴി തെളിയാതെ അന്ധകാരത്തിലൂടെ തപ്പിത്തടയുന്ന അവസ്ഥയിലാണെങ്കിൽ ഇവിടെ ഓർപ്പെടുത്തുകയാണ്, പിതാവാൻ ദൈവം ഈ അന്ധകാരത്തെ അവസാനിപ്പിച്ച് പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ നയിച്ചു. ഈ പ്രകാശമാകുന്ന പിതാവ് തൻ്റെ ഏകജാതനെ പുത്രൻ്റെ അധികാരത്തിലേക്ക്, സംരക്ഷണത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്ന് വചനം ഓർപ്പെടുത്തുക. ഈ പുത്രൻ്റെ ശക്തി എന്താണ്, അവൻ്റെ അധികാരം എന്താണെന്ന് തുടർന്നുള്ള വചനം നമ്മളെ ഓർപ്പെടുത്തുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഈ കർത്താവായ യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. അപ്പോൾ സിംഹാസനങ്ങളും അധികാരങ്ങളും ശക്തികളും ദൃശ്യവും അദൃശ്യവുമായ സർവ്വതും ഈ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതോടൊപ്പം എന്തുമാണ്, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ഓർക്കുക, ഈ യേശു ക്രിസ്തുവിന് ദൃശ്യവും അദൃശ്യവുമായ സർവ്വതിൻ്റെ മേൽ അധികാരമുണ്ട്. സർവ്വ സൃഷ്ട വസ്തുക്കളും യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ കീഴടങ്ങും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മുമ്പിൽ കടൽ കീഴടങ്ങി, കാറ്റ് കീഴടങ്ങി, തിരമാലകൾ കീഴടങ്ങി, മരണം കർത്താവിൻ്റെ മുമ്പിൽ, അതായത് മരിച്ച 4 ദിവസം ലാസറിനെ ഉയർപ്പിച്ചു, യായിറോസിൻ്റെ കുഞ്ഞിനെ ഉയർപ്പിക്കുന്നു, രോഗികൾ സുഖപ്പെടുന്നു, പിശാചുക്കൾ അവനുമേ കീഴടങ്ങുന്നു. പ്രിയപ്പെട്ട, അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നു, പട്ടിണി മാറ്റിക്കൊടുക്കുന്നു, അല്ലെ, 5 അപ്പം കൊണ്ട് 5000 പേരെ അവൻ പോഷിപ്പിക്കുന്നു. ഇതൊക്കെ സർവ്വതിൻ്റെ മേലും ഈ കർത്താവിന് അധികാരമുണ്ടെന്ന് വചനം നമ്മളെ ഓർപ്പെടുത്തുകയാണ്. 20-ാമത്തെ വചനം, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെയും അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിച്ചു. ഫിലിപ്പി 2:10-11 വചനത്തിൽ കാണാൻ പറ്റും, സർവ്വതും കർത്താവിന് മുമ്പ് ആകാശത്തിന് മുകളിൽ സർവ്വതും അവൻ്റെ മുട്ടുമടക്കുന്ന വചനവും കൂടെ നമ്മൾ കാണുകയാണ്. 20-ാം വചനം ഓർപ്പെടുത്തുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുള്ള സർവ്വതിനെയും അവിടുന്ന് അവനിലൂടെ അനുരഞ്ജിപ്പിക്കുന്നു. അപ്പോൾ ഓർക്കുക, നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ യേശുക്രിസ്തു വാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ യേശുക്രിസ്തു വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മളിലേക്ക് അനുരഞ്ജിപ്പിക്കാൻ ഈ യേശുക്രിസ്തുവിന് കഴിയും. ഇത് വലിയൊരു അത്ഭുതകരമായ വചനമാണ്. കൊളോസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വചനം, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചെയ്ത് രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ചില ആളുകൾ ഒത്തിരി ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആണെങ്കിൽ ഒരുപക്ഷെ അവരെയൊക്കെ സാത്താൻ നയിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ അവർ എതിർ ചിന്തയിലോ ഒക്കെയാണ്, മക്കളും മാതാപിതാക്കളൊക്കെ കലഹത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട. ഈ ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ ക്രിസ്തു അവരെ നമ്മളിലേക്ക് ആകർഷിക്കുകയും അവിടെ അനുരഞ്ജനം ഉണ്ടാകുകയും ചെയ്യും. അപ്പം ഈ സമാധാനം സ്ഥാപിക്കും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും കൂട്ടായ്മകളിലും ഒക്കെ തന്നെ ക്രിസ്തു വസിക്കുകയാണെങ്കിൽ, ക്രിസ്തു വസിക്കുന്ന ഒരു മകനോ മകളോ അവിടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ അനുരഞ്ജനം ഉണ്ടാകും. എന്നാൽ തിന്മ വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ചെല്ലുന്നിടത്ത് മുഴുവൻ കലഹം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിറഞ്ഞ വ്യക്തികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. അപ്പോൾ ക്രിസ്തു നമ്മളിൽ നിറഞ്ഞാൽ നമ്മളെന്ന വ്യക്തി ആ ഒരു സ്ഥലത്ത് വസിക്കുമ്പോൾ നമ്മളിലൂടെ ആ കുടുംബാംഗങ്ങളിലേക്ക് അഭിഷേകം പകരും, ആ കൂട്ടായ്മയിലേക്ക് അഭിഷേകം പകരും. അപ്പോൾ അവരൊക്കെ നമ്മളോട് അനുരഞ്ജിക്കപ്പെടും. കാരണം യേശുക്രിസ്തുവിന് മുമ്പിൽ ദൃശ്യവും അദൃശ്യവുമായ സർവ്വതും മുട്ടുമടക്കും. ഫിലിപ്പി 2:10-11 സർവ്വതും അവൻ്റെ മുമ്പിൽ കുമ്പിടും. അതുകൊണ്ട് നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ മുൻപിൽ എല്ലാ തിന്മകളും കുമ്പിടും. ദൃശ്യവും അദൃശ്യവുമായ സർവ്വശക്തികളും എല്ലാ പ്രപഞ്ചശക്തികളും ക്രിസ്തുവിന് മുമ്പിൽ കുമ്പിടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ കുടുംബത്തൊക്കെ കലഹവും അസ്വസ്ഥയുണ്ടെങ്കിൽ നമ്മൾ അവരോട് വഴക്കുണ്ടാക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ മതി. ആ ക്രിസ്തു എല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസത്തിൻ്റെ ആശംസ എല്ലാവർക്കും നേരുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആമേൻ.